ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള ദൈവമക്കളെ, പരിശുദ്ധി അമ്മ മാതാവിൻ്റെ വിമലഹൃദയ പ്രതിഷ്ഠാ ശുശ്രൂഷയുടെ 22ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുക. ഷെക്കന ചാനൽ ഒരുക്കുന്ന ഈ ശുശ്രൂഷയിൽ അനേക ദൈവമക്കള് പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. പരിശുദ്ധി അമ്മ വഴി അനേകരെ പരിശുദ്ധാത്മാവ് ഈ കാലഘട്ടത്തിൽ തൊട്ട് അവരെ ഉണർത്തുന്നുണ്ട്. ഈശോയുടെ 2ാം വരവിനായിട്ട് അനേക മക്കൾക്ക് ഒരുങ്ങാനുള്ള പ്രേരണ പരിശുദ്ധാത്മാവ് നൽകുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ 22ാമത്തെ ദിവസത്തിൽ പ്രവേശിക്കുമ്പോൾ നമുക്ക് ആത്മാർത്ഥമായിട്ട് നമ്മളെ തന്നെ വിശുദ്ധീകരിച്ച് പരിശുദ്ധി അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കണം. നമ്മളെല്ലാ ദിവസവും ചെയ്യുന്ന പോലെ വിശുദ്ധ കുരിശിനാൽ മുദ്ര ചെയ്ത് നമ്മുടെ എല്ലാ തലങ്ങളെയും വിശുദ്ധീകരിച്ച് പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി പരിശുദ്ധി അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ പോകുക. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. പുണ്യജീവിതം മുഴുവനും ഈശോയുടെ കുരിശിൻ ചുവട്ടിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധി അമ്മയെപ്പോലെ നമുക്ക് ആ കുരിശിന്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് ഈ നിമിഷം പ്രിയപ്പെട്ടവരെ വിശുദ്ധ കുരിശിനാൽ മുദ്ര ചെയ്തുകൊണ്ട് വിശുദ്ധീകരണം നടത്താം. എൻ്റെ തമ്പുരാനെ, വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവിന്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ചു, പരിശുദ്ധാത്മാവാൽ മറിയം ഗർഭം ധരിച്ചു. ദൈവകൃപ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിലാകട്ടെ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. ദൈവകൃപ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. സർവീശ്വരന്മാരുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശോ മിശിഹായുടെ മനുഷ്യാവതാര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവം കുരിശുമരണം മുഖേന ഉയർപ്പിന്റെ മഹിമ പ്രാപിപ്പാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹാ വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് നിന്നുകൊണ്ട് തന്നെ കരങ്ങൾ യാചനയോടെ പിടിക്കുക. നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള ഒരാളാണ് പരിശുദ്ധാത്മാവ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തനിച്ച് ചെയ്താൽ പലതും പരാജയത്തിലാണ് പോകുന്നത്. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ സഹായമുണ്ടെങ്കിൽ അതെല്ലാം വിജയത്തിലെത്തും. സഹിക്കാൻ പരിശുദ്ധാത്മാവിന്റെ ശക്തി ആവശ്യമാ. സ്നേഹിക്കാൻ പരിശുദ്ധാത്മാവിന്റെ സഹായം ആവശ്യമാ. നന്മ ചെയ്യാൻ പരിശുദ്ധാത്മാവിന്റെ സഹായം ആവശ്യമാ. വിടുതൽ കിട്ടാൻ പരിശുദ്ധാത്മാവിന്റെ സഹായം ആവശ്യമാ. തടസ്സം മാറാൻ പരിശുദ്ധാത്മാവിന്റെ സഹായം ആവശ്യമാ. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഉടനീളം ഒരു വ്യക്തിക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ നിമിഷം ഈ ആത്മാവിന് വേണ്ടി നമുക്ക് ദാഹിക്കാം. നമ്മുടെ മേല്, നമ്മുടെ കുടുംബത്തിന്റെ മേല്, കുടുംബാംഗങ്ങളുടെ മേല്, നമ്മുടെ വീട്ടിലെ ഓരോ മുറികളിലും ഈ പരിശുദ്ധാത്മാവ് ആവസിക്കാൻ, നമ്മുടെ എല്ലാ ഇന്നത്തെ പ്രവർത്തികളിലും പരിശുദ്ധാത്മാവിന്റെ ചൈതന്യം മുഴുവനും നിറയാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവരും അമ്മയോട് ചേർന്ന് ആത്മാവിന്റെ നിറവിന് വേണ്ടി, ദൈവിക രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കിട്ടാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് ഒരുമിച്ച് വിളിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരുമിച്ച് നമ്മൾ പാടിയ നിമിഷം പ്രാർത്ഥിക്കാം. കാറ്റായി വീശുക എന്റെ പരിശുദ്ധാത്മാവേ, അഗ്നിമഴയായി പെയ്യുക എന്റെ പരിശുദ്ധാത്മാവേ. തീക്കാറ്റായി വീശുക എന്റെ പരിശുദ്ധാത്മാവേ, അഗ്നിമഴയായി പെയ്യുക എന്റെ പരിശുദ്ധാത്മാവേ.
ജലത്തിന്മേൽ ചലിച്ചപ്പോൾ ജനതതിമേൽ ചലിക്ക നീ. ജലത്തിന്മേൽ ചലിച്ചപ്പോൾ ജനതതിമേൽ ചലിക്ക നീ. ആത്മാവേ വരിക, ദാനഫലം തരിക, നിൻവരദാനങ്ങൾ ദാസർക്കേകിടുക. ആത്മാവേ വരിക, ദാനഫലം തരിക, നിൻവരദാനങ്ങൾ ദാസർക്കേകിടുക. ആത്മാവേ വരിക, അഭിഷേകം തരിക, പുത്തനഭിഷേകം ദാസർക്കേകിടുക. ആത്മാവേ വരിക, അഭിഷേകം തരിക, പുത്തനഭിഷേകം ദാസർക്കേകിടുക. സമർപ്പിച്ച് പ്രാർത്ഥിച്ച മക്കളെ എല്ലാവരുടെയും മേല് പരിശുദ്ധാത്മാവിന്റെ വലിയൊരു അഭിഷേകം നിറയട്ടെ. ഏലിയായിൽ നിറഞ്ഞ അഭിഷേകം, എലീശായിൽ നിറഞ്ഞ അഭിഷേകം, ദാനിയേൽ നിറഞ്ഞ അഭിഷേകം, പ്രവാചകന്മാരെ ശക്തിപ്പെടുത്തിയ അഭിഷേകം, സ്ത്രീകന്മാരിൽ നിറഞ്ഞ അഭിഷേകം, മാതാവിൽ നിറഞ്ഞ അഭിഷേകം ഈ നിമിഷം സഭയിലേക്ക് ഇറങ്ങുവാൻ, കുടുംബങ്ങളിലേക്ക് ഇറങ്ങുവാൻ, വ്യക്തികളിലേക്ക് ഇറങ്ങുവാൻ എല്ലാവരും ഈ അഭിഷേകത്താൽ ജ്വലിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് പാടി പ്രാർത്ഥിച്ചേ. കാറ്റായി വീശുക എന്റെ പരിശുദ്ധാത്മാവേ, അഗ്നിമഴയായി പെയ്യുക എന്റെ പരിശുദ്ധാത്മാവേ. തീക്കാറ്റായി വീശുക എന്റെ പരിശുദ്ധാത്മാവേ, അഗ്നിമഴയായി പെയ്യുക എന്റെ പരിശുദ്ധാത്മാവേ. ജലത്തിന്മേൽ ചലിച്ചപ്പോൾ ജനതതിമേൽ ചലിക്ക നീ. ജലത്തിന്മേൽ ചലിച്ചപ്പോൾ ജനതതിമേൽ ചലിക്ക നീ. ആത്മാവേ വരിക, ദാനഫലം തരിക, നിൻവരദാനങ്ങൾ ദാസർക്കേകിടുക. ആത്മാവേ വരിക, ദാനഫലം തരിക, നിൻവരദാനങ്ങൾ ദാസർക്കേകിടുക. ആത്മാവേ വരിക, അഭിഷേകം തരിക, പുത്തനഭിഷേകം 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 ദാസർക്കേകിടുക. കരമുയർത്തി വിളിച്ചു പ്രാർത്ഥിച്ചേ. ഒരു നിമിഷം കണ്ണടയ്ക്കുക, കരങ്ങളെ ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ കാണുന്നുണ്ടല്ലോ ഈ സ്ക്രീനിൽ തന്നെ പരിശുദ്ധി അമ്മ മാതാവ് ഒരു കൈ നീട്ടി നമ്മളെ വിളിക്കുന്നു. മറു കൈ കൊണ്ട് പരിശുദ്ധി അമ്മ നമ്മളെ അനുഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഓരോ മക്കളെയും അമ്മ വിളിക്കുന്നുണ്ട്. ഓരോ പ്രഭാതത്തിലും ഓരോ സായാഹ്നത്തിലും നമ്മൾ കുടുംബ പ്രാർത്ഥനയ്ക്കായിട്ട് മുട്ടുകുത്തുമ്പോഴും, നമ്മൾ എങ്ങോട്ട് തിരിയുമ്പോഴും, ഏത് പാപമാർഗത്തിലേക്ക് പോകുമ്പോഴും ഈശോ തൊട്ടടുത്ത് നിന്ന് വിളിക്കുന്ന പോലെ തന്നെ അമ്മയും വന്ന് വിളിക്കുന്നുണ്ട്. കുഞ്ഞേ, കുഞ്ഞേ, നീ ഇങ്ങോട്ട് വാ. വിളിച്ചടുത്ത് നിർത്തുക മാത്രമല്ല അമ്മ ചെയ്യുന്നേ, അനുഗ്രഹിക്കുന്നു, കൃപ കൊണ്ട് നിറയ്ക്കുന്നു, അഭിഷേകം ചെയ്യുന്നു. ഒരു നിമിഷം അമ്മയുടെ വിളി കേട്ട് നമ്മുടെ തൊട്ടടുത്ത് പോയി നിന്നേ, അമ്മയുടെ അരികിൽ നിന്നേ മക്കളെ. അമ്മ നമ്മളെ
വലത് കൈ ഉയർത്തിയിട്ട് അനുഗ്രഹിക്കും. ആമേൻ. സ്വർഗത്തിന്റെ കൃപ മുഴുവനും നമുക്ക് മേടിച്ചു തരും. അമ്മയ്ക്കറിയാം നമുക്ക് എന്താ വേണ്ടേ, നമ്മുടെ ആവശ്യം എന്താ. നമ്മൾ ഏത് കാര്യം ചെയ്താലാ സ്വർഗത്തിൽ എൻ്റെ ഈ കുഞ്ഞ് എത്തുള്ളൂ, അത് അമ്മയ്ക്കറിയാം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചേർന്നാ മതി, അമ്മ രക്ഷിക്കും. നിങ്ങൾ അടുത്താ മതി, അമ്മ പൊക്കിക്കോളും. നിങ്ങൾ അമ്മയോടൊന്ന് പ്രാർത്ഥിച്ചാ മതി, അമ്മ സ്വർഗത്തിലേക്ക് നമ്മളെ കൈ പിടിച്ച് നടത്തും. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ നിമിഷം പരിശുദ്ധി അമ്മേ, ഞങ്ങളെ ഒന്ന് സഹായിക്കണമേ, ഞങ്ങളെ ഒന്ന് ബലപ്പെടുത്തണമേ, ഞങ്ങൾക്കൊരു പുതുജീവൻ നൽകണമേ, സ്വർഗീയ രഹസ്യങ്ങൾ മുഴുവനൊന്ന് വെളിപ്പെടുത്തി തരണമേ, അമ്മയെ ആശ്രയിക്കാനുള്ള ഒരു അഭിഷേകം ഞങ്ങൾക്ക് തരണമേ എന്നുള്ള ആഗ്രഹത്തോടെ നമുക്ക് ഈ നിമിഷം ദൈവസന്നിധിയിൽ പരിശുദ്ധി അമ്മയോട് ചേർന്നൊന്ന് പ്രാർത്ഥിക്കാം. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ, പാപികളുടെ സങ്കേതമേ, ഞങ്ങളിതാ അങ്ങേ സങ്കേതത്തിൽ അഭയത്തിനായിട്ട് ഓടി അണയുന്നു. പാപികളായ ഞങ്ങളുടെ മേൽ അലിവാർന്ന് അങ്ങേ തിരുക്കുമാറിനോട് ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ അപേക്ഷിക്കണമേ. നാരകീയ സർപ്പത്തിന്റെ തലയെ തകർത്ത പരിശുദ്ധി അമ്മ മാതാവേ, ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെയും കൂട്ടായ്മയുടെയും ഈ ശുശ്രൂഷയുടെയും തിരുസഭയുടെയും സൃഷ്ടപ്രപഞ്ചത്തിന്റെയും നാശത്തെ ആഗ്രഹിക്കുന്ന പിശാചിന്റെ എല്ലാ കുടിലതന്ത്രങ്ങളെയും അമ്മയുടെ കാൽ കീഴിൽ കൊണ്ടുവന്ന് തകർത്ത് കളയണമേ. ക്രിസ്തുനാഥ, നിത്യപിതാവിന്റെ പുത്ര, അങ്ങയുടെ അരൂപിയെ ഇപ്പോൾ ഭൂമിയിലേക്ക് അയക്കണമേ. എല്ലാ ജനപദങ്ങളുടെയും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് വസിക്കട്ടെ. അതുവഴി ധാർമ്മിക അധപ്പതനം, യുദ്ധം, ദുരന്തം, കലഹം, വഴക്ക്, രോഗപീഠ, പൈശാചിക പീഠ ആദ്യാവിൽ നിന്നെല്ലാം ഞങ്ങൾ സംരക്ഷിതരാകട്ടെ. യേശുവിന്റെ അമ്മയായ സകല ജനപദങ്ങളുടെയും നാഥേ, ഞങ്ങളുടെ അഭിഭാഷയായിരിക്കണമേ. പരിശുദ്ധാത്മാവേ വരണമേ. അവിടുത്തെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മാധ്യസ്ഥത്താൽ എഴുന്നള്ളി വരണമേ. ഞങ്ങളിൽ നിറയണമേ, ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. അമ്മയ്ക്ക് സമർപ്പിച്ച മക്കളെ, നിങ്ങളുടെ കുടുംബത്തിൽ ആരൊക്കെയാ ഉള്ളേ, അവരെയൊക്കെ ഇന്ന് അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഒന്ന് ചേർത്ത് വെച്ച്, നിങ്ങളുടെ വസ്തുക്കളെ മുഴുവൻ അമ്മയ്ക്കൊന്ന് സമർപ്പിച്ച്, നിങ്ങളുടെ നിരാശയും തകർച്ചയും അമ്മയ്ക്കൊന്ന് സമർപ്പിച്ച്, നിങ്ങളുടെ സങ്കടങ്ങൾ അമ്മയ്ക്കൊന്ന് സമർപ്പിച്ച്, ഇതെല്ലാം അമ്മയ്ക്ക് സമർപ്പിച്ചിട്ട് ഇങ്ങനെയൊന്ന് പറഞ്ഞ മനസ്സിൽ, പരിശുദ്ധി അമ്മേ, ഞാൻ പൂർണ്ണമായും അമ്മയുടേതാ. അമ്മേ, എനിക്കുള്ളതെല്ലാം പൂർണ്ണമായും അമ്മയുടേതാ. അമ്മയ്ക്ക് പരിപൂർണമായി സമർപ്പിച്ചുകൊണ്ട് അമ്മയുടെ പ്രതിഷ്ഠാജപം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. ദൈവമാതാവും അമലോത്ഭവയുമായ പരിശുദ്ധ കന്യകാമറിയമേ, ദൈവത്തിന്റെയും സകല സ്വർഗവാസികളുടെയും സാന്നിധ്യത്തിൽ ഞാൻ അങ്ങേ എന്റെ മാതാവും എന്റെ രാജ്ഞിയുമായി പ്രഖ്യാപിക്കുന്നു. പിശാചിനെയും അവന്റെ എല്ലാ പ്രവൃത്തികളെയും ആഘോഷങ്ങളെയും പരിത്യജിച്ചുകൊണ്ട് അങ്ങേ വിമല ഹൃദയത്തിന് ഞാൻ എന്നെ തന്നെ പ്രതിഷ്ഠിക്കുന്നു. എന്റെ ആത്മാവിനെയും എന്റെ ശരീരത്തെയും എന്റെ ബുദ്ധിയെയും മനസ്സിനെയും ഹൃദയത്തെയും ഇവിടെ എല്ലാ കഴിവുകളോടും കൂടെ ഞാൻ അങ്ങേ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. എന്റെ എല്ലാ സത്പ്രവൃത്തികളും പരിഹാര പ്രവൃത്തികളും അവയുടെ യോഗ്യതകളും ലോകമെങ്ങും അർപ്പിക്കപ്പെടുന്ന ദിവ്യബലികളുടെ യോഗ്യതകളോട് ചേർത്ത് അങ്ങേ തൃപ്പാദത്തിങ്കൽ ഞങ്ങൾ കാഴ്ചവെക്കുന്നു. കാലത്തിലും നിത്യതയിലും ദൈവമഹത്വത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കുമായി അങ്ങേ ഹിതാനുസരണം അവ വിനിയോഗിച്ചു കൊള്ളണമേ. ആമേൻ, ആമേൻ, ആമേൻ. ഈശോമിശിഹായ്ക്ക് എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ശാന്തമായിട്ടിരിക്കാം. പരിശുദ്ധ അമ്മ മാതാവിന്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ വലിയ സന്തോഷത്തിലാണ് എന്ന് ഞാൻ വിശ്വസിക്കുക. കൃപയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് ഞാൻ വിശ്വസിക്കുക. 22ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മുടെ ഈ ജീവിതത്തിൽ കുറവുകൾ ഉണ്ടെങ്കിൽ അത് നികത്തി പരിഹരിച്ച് നമ്മൾ മുന്നോട്ട് പോകണം. ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യം, മക്കളെ, നമ്മൾ ഒരിക്കലും നിരാശയിലേക്ക് പോയേക്കരുത്. ചില ദിവസം നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റിയെന്ന് വരില്ല. ചില ദിവസം നമുക്ക് ഒരു പുണ്യം പോലും ആത്മാർത്ഥമായിട്ട് സമ്പാദിക്കാനായിട്ട് പറ്റിയെന്ന് വരില്ല. പക്ഷേ നിന്റെ അമ്മ നിന്നെ കൈവിടില്ല. ഈ ഒരു ബോധ്യം എപ്പോഴും ഉണ്ടായേക്കണം. അതുപോലെ തന്നെ നമുക്കൊരു ദിവസം മുടങ്ങിപ്പോയാലും അത് തിരിച്ചു പിടിക്കാനായിട്ട് നോക്കണം. നമുക്കിന്ന് വചനം വായിക്കാൻ പറ്റിയില്ലായിരിക്കാം, ചിലപ്പോൾ പരിശുദ്ധ ബലിയർപ്പിക്കാനായിട്ട് പറ്റിയില്ലായിരിക്കാം, പുണ്യങ്ങൾ അഭ്യസിക്കാനായിട്ട് പറ്റിയില്ലായിരിക്കാം. അതുപോലെ പ്രിയപ്പെട്ടവരെ, പ്രഭാതത്തിൽ എഴുന്നേറ്റ് വിശ്വാസ പ്രമാണവും
7 സ്വർഗസ്ഥനായ പിതാവേ നന്മ നിറഞ്ഞ മറിയുമേയും ചിലപ്പോൾ ചെല്ലാനായിട്ട് പറ്റിയിട്ടില്ലായിരിക്കാം. ഇല്ലെങ്കിൽ പ്രതിഷ്ഠാ പ്രാർത്ഥനകൾ നമുക്ക് ചൊല്ലാൻ പറ്റും. നമ്മൾ തളരണ്ട, നമ്മൾ നിരാശപ്പെടണ്ട മക്കളെ. ഒരു ദിവസം എന്തെങ്കിലും കാരണത്താൽ എനിക്ക് പറ്റിപ്പോയി എന്നോർത്തുകൊണ്ട് നമ്മുടെ ഈ പ്രതിഷ്ഠ മുഴുവനും തള്ളിക്കളയുന്ന ഒരമ്മയല്ല നമുക്കുള്ളേ. നമ്മുടെ അമ്മ കരുണയുള്ള അമ്മയാ. നമ്മുടെ അമ്മ ഉപേക്ഷിക്കാത്ത ഒരമ്മയാ. നമ്മൾ ഇന്ന് വരെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ടല്ലോ, ഒരാളെപ്പോലും തള്ളിക്കളഞ്ഞിട്ടില്ല അമ്മ. ഒരാളെയും ഉപേക്ഷിക്കാൻ നമ്മുടെ അമ്മയ്ക്ക് പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഒരു ദിവസം പറ്റിയില്ല എന്നോർത്ത് സങ്കടപ്പെടുകയോ നിരാശപ്പെടുകയോ ഇനി ഒന്നേന്ന് തുടങ്ങണോ, ഇതൊന്നും നിങ്ങൾ അതിനോർത്തൊന്നും വിഷമിക്കണ്ട. നീ എന്തുമാത്രം തിരിച്ചു വന്നിട്ട് പുണ്യം അഭ്യസിക്കാൻ പറ്റുമോ അഭ്യസിച്ചോണം. നീ എന്തുമാത്രം പരിശുദ്ധി അമ്മയോട് ചേർന്നിരുന്ന് നന്മ നിറഞ്ഞ മറിയുമ്പോൾ ചെല്ലാൻ പറ്റുമോ ചെയ്തോണം. നഷ്ടപ്പെട്ടത് പരിശുദ്ധി അമ്മ തിരിച്ചു തരും. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരുമിച്ച് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ കാണുന്നത് പരിശുദ്ധി അമ്മ പാപികളുടെ സങ്കേതമാണ്, ഇല്ലെങ്കിൽ പരിശുദ്ധി അമ്മ കരുണയുടെ പേടകമാണ് എന്നതിനെ കുറിച്ചാണ്. എന്തുകൊണ്ടാ പരിശുദ്ധി അമ്മ പാപികളുടെ സങ്കേതം എന്ന് വിളിക്കാൻ കാരണം? ഏറ്റവും സിമ്പിളായിട്ട് അതിനെക്കുറിച്ച് പറയുവാണെങ്കിൽ, മനുഷ്യൻ പാപത്തിന്റെ കയത്തിൽ മുങ്ങിത്താഴുമ്പോൾ അവനെ രക്ഷിക്കാൻ കൈനീട്ടുന്ന വ്യക്തിയാണ് പരിശുദ്ധ അമ്മ. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയെ പാപികളുടെ സങ്കേതം എന്ന് വിളിക്കാനുള്ള അടിസ്ഥാന കാരണം. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. 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 അതുകൊണ്ടാ പ്രിയപ്പെട്ടവർ, വിശുദ്ധ ബെർണാഡിയൻ പറയുന്ന ഒരു കാര്യപ്രകാരമാണ്, എന്റെ കുഞ്ഞെ, നീ ഒരിക്കലും നിരാശപ്പെടേണ്ട. കാരണം നീ ജീവിതത്തിൽ എത്രമാത്രം പാപം ചെയ്ത വ്യക്തിയായിക്കോട്ടെ, എത്ര വലിയ പാപം ചെയ്ത വ്യക്തിയായിക്കോട്ടെ, നിനക്ക് പരിശുദ്ധ അമ്മയുടെ അടുത്തേക്ക് വരികയും അമ്മയുടെ കരുണയിൽ അഭയം തേടുകയും ചെയ്താൽ ആ അമ്മ നിന്നെ ഒരിക്കലും തള്ളിക്കളയില്ല എന്ന് മാത്രമല്ല, നീ ചോദിച്ചതിനേക്കാൾ കൂടുതൽ അമ്മ കരുണയൊഴുക്കി നിന്നെ രക്ഷിക്കും. എന്നിട്ട് ചേർത്തി പ്രകാരമാണ് പറയുന്നത്, കാരണം ദൈവമക്കളെ അനുഗ്രഹിക്കാനായിട്ട് പരിശുദ്ധയമ്മ എപ്പോഴും ആഗ്രഹിച്ചു നിൽക്കുക. അതിനോട് ചേർന്ന് ഇങ്ങനെ കൂടെ പറയുന്നു, ഒരു ദൈവ പൈതല് തിരിച്ചു വന്ന് പരിശുദ്ധി അമ്മയുടെ മുഖത്തേക്ക് നോക്കിയാൽ മതി, അമ്മ കരുണ കൊണ്ടും കൃപ കൊണ്ടും ആ മക്കളെ നിറച്ച് തിരിച്ചു പിടിക്കും. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ക്ലീറ്റിലെ ആൻഡ്രൂ പറയുന്ന ഒരു കാര്യപ്രകാരമാണ്. ആൻഡ്രൂ പറയുവാണ്, പരിശുദ്ധി അമ്മ ദൈവ കരുണയുടെ പേടകമാണ്. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയുന്നു, ദുരന്തത്തിന്റെ പ്രളയം വരുമ്പോഴും പാപത്തിന്റെ പ്രളയം വന്ന് ആഞ്ഞടിക്കുമ്പോഴും ദൈവമക്കള് ഈ കരുണയുടെ സങ്കേതത്തിലേക്ക് ഓടി വന്നു കഴിഞ്ഞാൽ ഈ അമ്മ അവരെ തള്ളിക്കളയില്ല. ഒപ്പം ആ അമ്മ അവരെ നാശത്തിന് വിട്ടുകൊടുക്കാതെ അമ്മ തന്റെ കാപ്പയ്ക്കുള്ളിൽ പൊതിഞ്ഞ് സംരക്ഷിക്കും. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധി അമ്മ മാതാവിന്റെ ഏറ്റവും വലിയ ആനന്ദം എന്താണെന്ന് അറിയണോ? അത് 2 കാര്യം ചെയ്യുമ്പോഴാണ്. ദൈവമക്കൾ പരിശുദ്ധ അമ്മയെ പാപികളുടെ സങ്കേതമായിട്ട് അംഗീകരിക്കണം, അത് വിശ്വസിക്കണം, അതെന്നിട്ട് പ്രകീർത്തിക്കണം. എന്നിട്ട് പാപികൾ ഈ അമ്മയിലേക്ക് അമ്മയുടെ സങ്കേതത്തിലേക്ക് ഓടി വരുന്നതാണ് അമ്മയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്ന കാര്യം. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, വിശുദ്ധ എഫ്രേം പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഇപ്രകാരമാണ് പ്രകീർത്തിക്കുന്നത്, പരിശുദ്ധയമ്മ ക്രിസ്ത്യാനികളുടെ ഉറപ്പായ രക്ഷയാ. 2, പരിശുദ്ധി അമ്മ പാപികളുടെ സങ്കേതമാ. 3, പരിശുദ്ധി അമ്മ വിശ്വാസികളുടെ സംരക്ഷണ കവചമാ. 4, ലോകത്തിന്റെ രക്ഷയാ. ഒപ്പം പരിശുദ്ധി അമ്മ എല്ലാ കൃപകളും നൽകുന്നവളാ. അതുകൊണ്ട് ഈ അമ്മയുടെ അടുത്തേക്ക് ഓടി വരാനാ എഫ്രേം പറയുന്നേ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, വീണ്ടും ജോൺ ഡെമിനിഷൻ പറയുന്ന ഒരു കാര്യപ്രകാരമാണ്, ദൈവമാതാവേ, ഞാൻ എൻ്റെ പ്രത്യാശ നിന്നിൽ അർപ്പിച്ചാൽ ഞാൻ രക്ഷപ്പെടും. വീണ്ടും ഇപ്രകാരം പറയുന്നു, ഞാൻ നിന്നിൽ ശരണപ്പെട്ടാല് ഞാൻ ഒട്ടും പിന്നെ ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം നിന്റെ ദാസനാകുക എന്ന് വെച്ചാൽ തന്നെ നീ എന്നെ എപ്പോഴും സംരക്ഷിക്കുമെന്നാ ഞാൻ വിശ്വസിക്കുന്നേ. എന്ന് വെച്ചാൽ മക്കളെ, നിങ്ങൾ എന്തുമാത്രം പരിശുദ്ധ അമ്മ
അത് കരുണയുടെ പേടകമായി കണ്ട്, പാപികളുടെ സങ്കേതമായി കണ്ട് ആ അമ്മയിൽ അഭയം പ്രാപിക്കുക. അതുകൊണ്ട് ആ പ്രിയപ്പെട്ടവരെ, വീണ്ടും വിശുദ്ധർ പറയുന്നു, വിശുദ്ധ ആൻഡ്രൂ പറയുന്ന കാര്യപ്രകാരമാണ്, പാപികളായി എല്ലാവർക്കുമായി കൃപകൾ യാചിക്കുന്നവളും കരുണയുടെ പ്രവൃത്തികളിൽ നിരന്തരം വ്യാപരിക്കുന്നവളും പറുദീസായുടെ കവാടവുമായിരിക്കുന്ന മറിയമേ നിനക്ക് സ്വസ്തി എന്ന് വെച്ചാൽ, നിങ്ങൾ ഇത്രയൊന്ന് മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ, ഒത്തിരി തകർന്ന മക്കൾ കാണും, ഒത്തിരി വേദനിക്കുന്ന മക്കൾ കാണും, ജീവിതത്തിൽ ഒരു ദുരന്തം കഴിയുമ്പോൾ അടുത്ത ദുരന്തം വരുന്ന മക്കൾ കാണും. നിങ്ങൾ തകർന്നു പോകണ്ട പ്രിയപ്പെട്ടവരെ. നിങ്ങളെ രക്ഷിക്കാനായിട്ട് ഒരമ്മ, നീ ചോദിക്കുന്നതിനേക്കാളും ആഗ്രഹിക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് കരുണയും കൃപയും ഒഴുക്കി നിന്നെ സംരക്ഷിക്കാൻ ഒരമ്മ, അത് പാപികളുടെ സങ്കേതമായിട്ട് നിൽപ്പുണ്ട്. ഈ അമ്മയിലേക്ക് വന്നേ. നിങ്ങൾ എത്ര ക്രൂരമായിട്ടുള്ള വ്യക്തി ആയിക്കോട്ടെ, എത്ര മാരകമായ പാപം ചെയ്ത വ്യക്തി ആയിക്കോട്ടെ, എത്ര ദൈവത്തിൽ നിന്ന് അകന്നുപോയ വ്യക്തി ആയിക്കോട്ടെ, പക്ഷെ മക്കളെ, നിങ്ങൾ തിരിച്ചു വന്നാൽ, അമ്മയുടെ മുമ്പിൽ വന്നാ മതി, ഒന്നാം മുഖത്തേക്ക് നോക്കിയാ മതി. നിങ്ങളെ തള്ളിക്കളയാൻ നമ്മുടെ അമ്മയ്ക്ക് പറ്റില്ലെന്നേ. പറഞ്ഞേ ഹല്ലേലൂയാ, സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയാ. നമ്മൾ എത്ര പേര് നമ്മൾ ഈ അമ്മയെ ആശ്രയിക്കുന്നുണ്ട് മക്കളെ. ഞാൻ പലപ്പോഴും ഓർക്കുക, ദുരന്ത പ്രളയം, പാപപ്രളയം എന്നൊക്കെ അച്ഛൻ പറയുമ്പോൾ, ഈ കഴിഞ്ഞ നമ്മുടെ ഒരു പ്രളയം ഉണ്ടായിരുന്നു. ഈ പ്രളയത്തിൽ എത്രയോ പേരാ ദൈവത്തെ ചോദ്യം ചെയ്തേ. ഒരു മഹാമാരി വന്നപ്പോൾ എത്ര പേരാ ദൈവത്തിൽ നിന്ന് അകന്നുപോയെ. ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ മക്കളെ, നിങ്ങൾ ഇപ്രകാരം അകന്നു പോയിട്ടുണ്ടെങ്കിലും തിരിച്ച് ഈ നിമിഷം നിങ്ങൾ പ്രാർത്ഥിക്കണ്ട. വന്ന അമ്മയുടെ മുമ്പിൽ വന്നിട്ട് അമ്മയുടെ മുഖത്തേക്കൊന്ന് നോക്കാമോ? നിങ്ങളെ അമ്മ മാറ്റി നിർത്തില്ല. അമ്മ ആ നിമിഷം കരുണയൊഴുക്കും, കൃപയൊഴുക്കും. അമ്മയുടെ കരുണയെ അങ്കിക്കകത്ത് വെച്ചുകൊണ്ട് നമ്മളെ വിശുദ്ധീകരിച്ച് ഈശോയ്ക്ക് സമർപ്പിക്കും. അത്ര നല്ലൊരു അമ്മയാ നമുക്ക് ദൈവം തന്നേക്കണേ. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയ. ഇവിടെ എങ്ങനെയാണ് പരിശുദ്ധി അമ്മ ദൈവമക്കളെ ചേർത്ത് പിടിക്കുന്നത്, അല്ലെങ്കിൽ പാപികളുടെ സങ്കേതമായ അമ്മ എങ്ങനെയൊക്കെയാണ് ഈ അമ്മ നമ്മളെ സംരക്ഷിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. ഒന്നാമതായിട്ട് മനസ്സിലാക്കുക, ഒരമ്മ തൻ്റെ കുഞ്ഞിനെ എന്തുമാത്രം സ്നേഹിക്കുന്നോ, എന്തുമാത്രം ശ്രദ്ധിക്കുന്നോ, എന്തുമാത്രം പൊതിഞ്ഞു പിടിക്കുന്നോ, അതുപോലെയാണ് പരിശുദ്ധി അമ്മ തൻ്റെ മക്കളെ മുഴുവനും ശ്രദ്ധിക്കുന്നതും സ്നേഹിക്കുന്നതും പൊതിഞ്ഞു പിടിക്കുന്നതും. നമ്മുടെ വീട്ടിൽ ഒരു കുഞ്ഞുവാവ, ആ കുഞ്ഞ് നടക്കാൻ തുടങ്ങിയെന്നിരിക്കട്ടെ. അവൻ പതുക്കെ നടക്കാൻ തുടങ്ങുമ്പോൾ അമ്മ ഇങ്ങനെ നോക്കി നിൽക്കും. ആ കുഞ്ഞ് വീഴുന്നുണ്ടോ, വീഴുവോ, വളരെ ശ്രദ്ധയാ. ഇനി ആ കുഞ്ഞ് വീണു പോയാൽ അമ്മ എന്താ, ഓടിച്ചെന്നിട്ട് എടുക്കും. അവൻ കരയുമ്പോൾ അവൻ്റെ കണ്ണീരൊപ്പം, അവൻ്റെ ശരീരത്തിൽ അല്പം എന്തെങ്കിലും പൊടികൾ പറഞ്ഞാൽ തൂത്ത് കളയും. അവൻ എവിടെയെങ്കിലും വേദനിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ തിരുമ്മി കൊടുക്കും. അമ്മ താരാട്ട് പാടും, അമ്മ ചേർത്ത് പിടിക്കും. എന്നെ പ്രിയപ്പെട്ടവർ, ഇത് തന്നെയാ പരിശുദ്ധി അമ്മ. നമ്മളൊക്കെ മക്കളല്ലേ, നമ്മളൊക്കെ നടക്കുമ്പോൾ പരിശുദ്ധി അമ്മ ശ്രദ്ധിക്കുക, നമ്മൾ വീഴാതിരിക്കാൻ. ഇനി വീണു പോയാൽ അമ്മ ചെയ്യുന്ന കാര്യം ഓട്ടി വന്ന് നമ്മളെ എടുത്ത് ആ പാപത്തിന്റെ കുഴിയിൽ നിന്നും എടുത്ത് ഉണർത്തുക. ആ പാപ കുഴിയിൽ കിടക്കാൻ അമ്മ അനുവദിക്കില്ല. നീ അമ്മയുടെ കുഞ്ഞായ മാത്രം മതി മക്കളെ. നമ്മൾ നഷ്ടപ്പെട്ടു പോകില്ല, നിത്യജീവൻ ഇല്ലാതെ പോകില്ല, നിത്യനാശത്തിൽ പോയി നിപതിക്കില്ല. കാരണം വീണെടുത്ത് ഉയർത്തുന്ന ഒരമ്മ നമുക്കുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയാ, സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയ. അതുകൊണ്ട് വിശുദ്ധ എഫ്രൈം ഇപ്രകാരം പറഞ്ഞു വെക്കുന്നത്. എഫ്രൈം പറയുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, മനുഷ്യൻ വീണാൽ വീണയിടത്തേക്ക് ഓട്ടിവരികയും തൻ്റെ നീലക്കാപ്പയ്ക്കകത്ത് വെക്കുകയും ചിറകിൽ കീഴിൽ സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരമ്മ ക്രിസ്ത്യാനിക്കുണ്ട്. അതുകൊണ്ട് ക്രിസ്ത്യാനി തകരേണ്ട കാര്യമില്ല. നിങ്ങൾ ചിന്തിച്ചേ പ്രിയപ്പെട്ടവരെ, ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. ധൂർത്തപുത്രന്റെ വീട്ടില് ഒരമ്മയുണ്ടായിരുന്നെങ്കിൽ ആ മകൻ ഒരിക്കലും വീട് വിട്ടു പോകില്ലായിരുന്നു. നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ, ധൂർത്തപുത്രന്റെ വീട്ടിൽ ഒരമ്മ, സ്നേഹിക്കുന്ന ഒരമ്മയുണ്ടെങ്കിൽ ഈ അമ്മയുടെ സ്നേഹം കൊണ്ട് ആ മകൻ വിട്ടുപോകില്ല, വീട് വിടില്ല. ഇനി വീട് വിട്ടാലോ, ഈ അമ്മ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതിന്റെ ഫലമായിട്ട് അമ്മയുടെ സ്നേഹം അവൻ ഓർക്കുമ്പോൾ അവൻ ഓടി അപ്പം തന്നെ തിരിച്ചു വരും. ഇന്ന് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് പരിശുദ്ധി അമ്മയെ, അല്ലെങ്കിൽ ഈ പരിശുദ്ധി അമ്മയ്ക്ക് സമർപ്പിക്കപ്പെട്ട ഒരു മകൻ പോലും, ഒരു മകള് പോലും ഈശോയെ വിട്ടുപോകില്ല.
ഇനി ആരെങ്കിലും ഈശോയെ അറിഞ്ഞോ അറിയാതെയോ വിട്ടുപോയാൽ ആ നിമിഷം നമ്മുടെ അമ്മ മാതാവിന്റെ മാധ്യസ്ഥത്താലും പ്രാർത്ഥനയാലും ആ നിമിഷം തന്നെ ആ വ്യക്തിയുടെ ആത്മാവ് തിരിച്ചു വരും, ആ വ്യക്തി തിരിച്ചു വരും. ഇതുപോലെ തന്നെയാ പ്രിയപ്പെട്ടവരെ, എന്തിനാ പരിശുദ്ധ കത്തോലിക്ക സഭയെ അമ്മയ്ക്ക് ഫലമേൽപ്പിച്ചിരിക്കുക? കാരണം പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുന്ന മക്കളാരും സഭയെ വിട്ടുപോകില്ല. ഇനി ആരെങ്കിലും വിട്ടുപോയാൽ തന്നെ ഈ അമ്മയുടെ സ്നേഹവും അമ്മയുടെ പ്രാർത്ഥനയുടെയും ഫലമായിട്ട് ഈ മക്കൾ ഒത്തിരി അകലങ്ങളിൽ പോകാതെ തിരിച്ചു വരുത്തുമമ്മ. പറഞ്ഞേ ഹല്ലേലൂയ, സത്യയോടെ പറഞ്ഞേ ഹല്ലേലൂയ. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് മക്കളെ, യുഗാന്ത്യ കാലഘട്ടം. സാത്താൻ അനേക ദൈവമക്കളെ ഈശോയിൽ നിന്നും പറിച്ചു മാറ്റാൻ നോക്കും, സഭയിൽ നിന്നും വിട്ടുകളയാൻ നോക്കും. ഈ സമയത്ത് പ്രിയപ്പെട്ടവരെ, ഇവർ വിട്ടുപോയാലോ അറിഞ്ഞോ അറിയാതെയോ ഒന്ന് പതറിപ്പോയാൽ തിരിച്ചു വരാൻ പറ്റണമെങ്കിൽ അവർ അമ്മയുടെ കുഞ്ഞായിട്ട് ജീവിക്കണം. അവർക്ക് മാത്രമാണ് ഈ അമ്മയുടെ സ്നേഹം കണ്ട് അമ്മയുടെ പ്രാർത്ഥന കണ്ടിട്ട് അവർക്ക് തിരിച്ചു വരാനുള്ള പ്രേരണ കിട്ടൂ. പറഞ്ഞേ ഹല്ലേലൂയ, സത്യയോടെ പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ടാ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ബോനവെൻചർ പറയുന്ന ഒരു കാര്യപ്രകാരമാ, എന്നെ എൻ്റെ പാപത്തിന്റെ ഫലമായിട്ട് ദൈവം പുറം തള്ളിയാൽ ഞാൻ ചെയ്യുന്ന കാര്യം എൻ്റെ അമ്മയുടെ കാലിനെ കയറി എൻ്റെ അമ്മയുടെ കാൽച്ചുവട്ടിൽ ഇരുന്നു കൊണ്ട് ആ കാലെ കയറി വട്ടം പിടിച്ചുകൊണ്ട് അമ്മയുടെ കരുണയ്ക്കായിട്ട് ഞാൻ വിളിച്ച് കരഞ്ഞപേക്ഷിക്കും. എന്നിട്ട് പറയുവാണ്, എനിക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നും ക്ഷമ മേടിച്ച് കിട്ടുന്നിടം വരെ അമ്മയുടെ സന്നിധിയിൽ നിന്നും ഞാൻ എഴുന്നേറ്റു മാറില്ല. എത്ര പേർക്ക് ഈ ഒരു ബോധ്യമുണ്ട് മക്കളെ? നമ്മൾ തെറ്റ് ചെയ്തുന്നേ, നമ്മൾ വലിയ പാപിയാ, നാട്ടുകാർ നമ്മളെ ചീത്ത വിളിക്കുന്നുണ്ട്, കൊള്ളില്ലാത്തവനെന്ന് മുദ്ര കുത്തുന്നുണ്ട്, വൃത്തികെട്ടവനെന്ന് പറയുന്നുണ്ട്. സാരയില്ല, ദൈവം പോലും നിന്നെ വിട്ടുകളഞ്ഞ ഒരു നിമിഷത്തിൽ നിനക്ക് ഈ അമ്മയുടെ കാൽച്ചുവട്ടിൽ ഇരിക്കാൻ പറ്റുമോ? നിനക്ക് ജപമാല പിടിച്ച് അമ്മയോട് ചേർന്നൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഒരു കാര്യം ഉറപ്പാ മക്കളെ, ഈ അമ്മ നിന്നെ തള്ളിക്കളയില്ല. കർത്താവിൽ നിന്നും ക്ഷമ മേടിച്ച് തന്നിട്ടേ ഈ അമ്മ അടങ്ങൂ. നീ അമ്മയുടെ കാലിന്റെ ചുവട്ടിലിരുന്ന് കരുണയ്ക്കായിട്ട് പ്രാർത്ഥിച്ചാൽ മാത്രം മതി. അമ്മ ദൈവസന്നിധിയിൽ നിന്നും നിനക്ക് ക്ഷമ മേടിച്ച് തന്ന് നിന്നെ തിരിച്ച് സ്വർഗത്തിൽ എത്തിക്കുന്നിടം വരെ നിന്റെ കൂടെ അമ്മ നടക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ, സത്യയോടെ പറഞ്ഞേ ഹല്ലേലൂയ, അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധി അമ്മ രണ്ടാമതായിട്ട് എങ്ങനെയാണ് തൻ്റെ മക്കളെ, പാപികളുടെ സങ്കേതമായ അമ്മ തൻ്റെ മക്കളെ സംരക്ഷിക്കുന്നതെന്ന് ചോദിച്ചാൽ, ക്ഷമ കൊണ്ടും കരുണ കൊണ്ടും ദൈവമക്കളെ നിറച്ചാണ് ഈ അമ്മ പരിരക്ഷിക്കുന്നത്. ഇത് മനസ്സിലാക്കണമെങ്കിൽ കുരിശിൻ ചുവട്ടിലേക്ക് ചെന്നേ. കുരിശിൻ ചുവട്ടിൽ ചെല്ലുമ്പോൾ കാണാൻ പറ്റുന്നൊരു കാഴ്ചയുണ്ട്. പടയാളികൾ മാറി മാറി ഈശോയെ വേദനിപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, ഇപ്രകാരം ക്രൂരമായിട്ടുള്ള കാര്യങ്ങൾ തൻ്റെ മകനെതിരായി ചെയ്യുമ്പോൾ അവിടെ അമ്മയെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യപ്രകാരമാണ്. അമ്മ പിറുപിറുക്കുന്നില്ല, അമ്മ പഴിചാരുന്നില്ല, അമ്മ വിധിക്കുന്നില്ല, അമ്മ ശപിക്കുന്നില്ല, അമ്മ ദേഷ്യപ്പെടുന്നില്ല, അമ്മ ആരെയും മാറ്റാനായിട്ട് നോക്കുന്നില്ല. മറിച്ച് പ്രിയപ്പെട്ടവരെ, ആ നിമിഷം അമ്മ തൻ്റെ പുത്രനെ വേദനിപ്പിച്ചവർക്ക് മുഴുവനും ക്ഷമ കൊടുക്കുന്നു. രണ്ടു, പ്രാർത്ഥിക്കുന്നു അവർക്ക് വേണ്ടി. മൂന്നാവരെ അനുഗ്രഹിക്കുന്നു. എന്ന് വെച്ചാൽ ഈശോയുടെ കുരിശുമരണത്തിന് ശേഷം ദൈവ കരുണ ഒഴുകിയത് മുഴുവനും പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മയിലൂടെയാ. ഈശോയുടെ കരുണ, ഈശോയുടെ കുരിശുമരണത്തിന് ശേഷം തന്റെ ശിഷ്യന്മാരിലേക്ക് ദൈവ കരുണ മുഴുവനും ഒഴുക്കി കൊടുത്തത് പരിശുദ്ധ അമ്മ വഴിയാ. അതുകൊണ്ടല്ലേ പ്രിയപ്പെട്ടവരെ, അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം 14-ാമത്തെ വചനം ഇപ്രകാരം പഠിപ്പിക്കുകയാണ്: അവർ അമ്മയായ മറിയത്തോടൊപ്പം ഏകമനസ്സായി പ്രാർത്ഥനയിൽ മുഴുകി. ശരിക്കും ഞാൻ ഒത്തിരിയേറെ ചിന്തിച്ചു പോയിട്ടുള്ളൊരു കാര്യമാണ്. തൻ്റെ മകൻ കുരിശിലേക്ക് പോകുന്ന സമയത്ത് ആ മകന്റെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരെല്ലാം വിട്ടുപോയി, ഒരാളൊഴിച്ച്. അതിനുശേഷം അന്വേഷിക്കുന്ന പോലുമില്ല. അവസാനം അവരുടെ പഴയ പണിയിലേക്ക് അവർ പോകുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അവിടെ നിന്നാണ് അമ്മ തിരിച്ചിവരെ കൊണ്ടുവരുന്നത്. ഒരു സാധാരണ സ്ത്രീയാണെങ്കിൽ പത്രോസിനെ കാണുന്ന പത്രോസിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: ഡാ, നീ എൻ്റെ മകനെ അറിയില്ല അല്ലേ? നീ എൻ്റെ മകനെ കണ്ടിട്ടില്ല അല്ലേ? അമ്മ ചോദിച്ചോ? മറ്റു ശിഷ്യന്മാരൊക്കെ വന്ന് നിൽക്കുമ്പോൾ അമ്മയ്ക്ക്, അല്ലെങ്കിൽ സാധാരണ ഒരു സ്ത്രീ ആണെങ്കിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: എന്തോരം സഹായിച്ചേ,
എന്തോരം പഠിപ്പിച്ച്, എന്തോരം മുന്നറിയിപ്പ് തന്നെ. പക്ഷേ എൻ്റെ മകൻ ഒരു അപകടം പറ്റിയപ്പോൾ അവനോട് ചേരാതെ വിട്ടുപോയില്ലേ? ഒരു സാധാരണ സ്ത്രീയാണെങ്കിൽ വീണ്ടും ചോദിക്കും, എന്നിട്ട് അവന്റെ അവസ്ഥ എന്താണെന്ന് അറിയാൻ പോലും നോക്കാതെ നിങ്ങൾ പഴയ പണിയിലേക്ക് പോയില്ലേ? മക്കളെ, നമ്മുടെ അമ്മ ചോദിച്ചില്ല കേട്ടോ. വന്നപ്പോൾ അവരെ ചേർത്ത് പിടിച്ചു. അതുകൊണ്ടാണ് വചനം പഠിപ്പിക്കുന്നത്. എന്താ? അവർ അമ്മയോടൊപ്പം ഏകമനസ്സായി പ്രാർത്ഥിച്ചു. അമ്മ ചോദ്യം ചെയ്യല്ല ചെയ്തേ. പ്രിയപ്പെട്ടവരെ, ദൈവമനുഷ്യ സ്നേഹഗീതയിൽ ഇതിനെക്കുറിച്ച് പറയുന്ന കാര്യം, പത്രോസും മറ്റു ശിഷ്യന്മാരും വന്നപ്പോൾ അമ്മയെ കണ്ടപ്പോൾ അവർ ശിരസ് നമിച്ച് ശിരസ് താന്നു നിന്നു എന്ന ആ സമയത്ത് അമ്മ പറയുന്ന കാര്യപ്രകാരമാ. അമ്മ പറഞ്ഞു കൊടുത്തു, എൻ്റെ മകൻ കരുണയുള്ളവനാ, അവൻ നിങ്ങളോട് കരുണ കാണിക്കും. എൻ്റെ മനസ്സിൽ ഒന്നും നിങ്ങളെക്കുറിച്ചില്ല. നിങ്ങൾ കുറ്റബോധം വേണ്ട. നിങ്ങൾക്ക് എന്തെങ്കിലും ഉള്ളിലൊരു വിഷമം നിങ്ങൾക്ക് വേണ്ട. അപകർഷതാ ബോധം വേണ്ട. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ അവരുടെ അപകർഷാബോധവും കുറ്റബോധവും അമ്മ മാതാവ് എടുത്തു മാറ്റിയിട്ട് അമ്മ അവരുടെ അടുത്ത് പോയിരുന്നു. അവരോടൊപ്പം ഏക മനസ്സായിട്ട് അമ്മ പ്രാർത്ഥിച്ചു. ഈ കാലഘട്ടം നമ്മൾ മനസ്സിലാക്കേണ്ട, അനേകർ ദൈവത്തെ ചോദ്യം ചെയ്യുന്ന, അനേകർ ദൈവത്തെ വേദനിപ്പിക്കുന്ന, അനേകർ വലിയ മാരക പാപത്തിലും തെറ്റിലും വീണ് കിടക്കുന്ന, തെറ്റായ പ്രേമബന്ധമാകാം, ജിഹാദിപ്പെട്ടതാകാം, എന്തെങ്കിലും ആട്ടെ മക്കളെ, അങ്ങേയറ്റത്തെ പാപത്തിന്റെ പടുകുഴി കിടക്കുന്ന വ്യക്തിയാണെങ്കിലും നിനക്ക് തിരിച്ച് ദൈവത്തിന്റെ അടുത്തേക്ക് വരാനായിട്ട് പേടിയുണ്ടെങ്കിൽ, ദൈവം നിന്നെ ശിക്ഷിക്കോ, ദൈവം നിന്നെ കുറ്റപ്പെടുത്തോ, ദൈവം നിന്നെ ചോദ്യം ചെയ്യോ, ദൈവം നിന്നെ വിധിക്കോ, ഇങ്ങനെ ഉള്ളു വേദനിച്ച് ദൈവത്തെ മാറ്റി നിർത്തി അകന്ന് നിൽക്കുന്ന പൈതലാണെങ്കിൽ മക്കളെ, നീ ചെയ്യേണ്ട കാര്യം, നിനക്ക് അമ്മയിലേക്കൊന്ന് വരാമോ? അവിടെ അമ്മ ഒരിക്കലും നിന്നെ ചോദ്യം ചെയ്യില്ല, നിന്നെ കുറ്റബോധത്തിലേക്ക് കൊണ്ടുപോകില്ല, നിന്നെ ശിക്ഷയുടെ കാര്യം പറഞ്ഞു തരില്ല, നിന്നെ വേദനിപ്പിച്ച് അകറ്റി നിർത്തില്ല. ഈ അമ്മ നിന്നെ ചേർത്ത് പിടിക്കും, നഷ്ടപ്പെട്ടത് മുഴുവനും തിരിച്ചു തരും, നിന്നെ വിശുദ്ധിയിലേക്ക് വളർത്തും, നിന്നെ സ്വർഗത്തിലെത്താനുള്ള എല്ലാ കാര്യങ്ങളും തന്ന് ഒരുക്കുന്ന ഒരമ്മയാണ് നമുക്കുള്ളേ. പറഞ്ഞേ ഹല്ലേലൂയ, സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ, അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. എത്ര പേരുണ്ട് മക്കൾ ഈ അമ്മ, ഇത്രയും നല്ലൊരു അമ്മയെ ആശ്രയിക്കുന്ന എത്ര പേര്? ചോദ്യം ചെയ്യാത്ത ഒരു അമ്മ നമുക്കുണ്ടെങ്കിൽ മക്കളെ, നമ്മൾ നോക്കി നമ്മുടെ വീട്ടിൽ നമ്മൾ ഒരു തെറ്റ് ചെയ്താൽ ചിലപ്പോൾ നമ്മുടെ മാതാപിതാക്കളെ ചോദ്യം ചെയ്യണം, ഇതൊക്കെ വേണം, വേണ്ടെന്നല്ല. പക്ഷേ ജീവിതത്തിൽ കുറ്റബോധത്തിലേക്ക് തള്ളിവിടാത്ത, തകർച്ചയിലേക്ക് തള്ളിവിടാത്ത, വിഷമത്തിലേക്ക് തള്ളിവിടാത്ത, നിരാശയിലേക്ക് തള്ളിവിടാത്ത പ്രിയപ്പെട്ടവരെ ഒരമ്മ നമുക്ക്. ചിലവർ വേദനയോടെ വന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, കുമ്പസാര കൂട്ടിച്ചെന്ന് കുമ്പസാരം എല്ലാം വേദനയോടെ ഏറ്റു പറഞ്ഞപ്പോൾ വഴക്കു പറഞ്ഞു, ചോദ്യം ചെയ്തു. അത് ചെയ്യാൻ പാടില്ല വൈദികര്. പക്ഷെ ഞാൻ നിങ്ങളോട് പറയാം മക്കളെ, നിങ്ങൾ തകർന്നിട്ടുണ്ടെങ്കിൽ നീ അമ്മയ്ക്ക് എടുത്തു വാ. ഈ അമ്മ കൈവിടില്ല മക്കളെ, ഉപേക്ഷിക്കില്ല മക്കളെ. അമ്മ ഉണർത്തും, ഉയർത്തും. പറഞ്ഞേ ഹല്ലേലൂയ, അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. വിശുദ്ധ ബേസിൽ പഠിപ്പിക്കുന്ന കാര്യപ്രകാരമാണ്, നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലും പരിശുദ്ധ മറിയത്തെ വിളിച്ചപേക്ഷിക്കുക, നിങ്ങളെ സഹായിക്കാൻ അവൾ സദാ സന്നദ്ധമായിട്ട് നിൽക്കുക. വിശുദ്ധ ബെർനാഡ് പറയുന്ന കാര്യം, പരിശുദ്ധ മറിയം എല്ലാ കാലത്തും എല്ലാ ആവശ്യങ്ങളിലും തൻ്റെ മക്കൾക്ക് ഉറപ്പുള്ള സഹായമാണ്. എത്രയും ദയുള്ള മാതാവിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, അപേക്ഷിച്ചാൽ ഒരിക്കലും ഉപേക്ഷിക്കാത്ത വ്യക്തിയാണ് പരിശുദ്ധയമ്മ. മക്കളെ, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരമ്മ തൻ്റെ മകനെ സ്നേഹിക്കുന്നതും മകൻ്റെ ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കുന്നതും പ്രിയപ്പെട്ടവരെ ആ കുഞ്ഞിൻ്റെ യോഗ്യത നോക്കിയിട്ടോ പക്വത നോക്കിയിട്ടോ അല്ല, മറിച്ച് സ്നേഹത്തിൽ നിന്ന്, മക്കൾ എന്ന സ്നേഹം, മകനും മകളും എന്ന സ്നേഹത്തിൽ നിന്ന്. ഇതുപോലെ തന്നെയാ പരിശുദ്ധി അമ്മ തൻ്റെ അടുത്ത് വരുന്ന മക്കളെ ഒരാളെപ്പോലും യോഗ്യത നോക്കില്ല, അവൻ്റെ പക്വത നോക്കില്ല, അവൻ്റെ ആവശ്യം എന്താണോ. അവൻ ബലഹീനനാകാം, ചിലപ്പോൾ മാരക പാപിയാകാം, പക്ഷെ അമ്മ അവൻ്റെ ഒരു കുറവിലേക്കും അവൻ്റെ യോഗ്യതയിലേക്കും അല്ല നോക്കുന്നത്, മറിച്ച് എൻ്റെ മകനും മകളും എന്ന് നോക്കി അവന് ആവശ്യമായിട്ടുള്ളതെല്ലാം ചെയ്തു കൊടുക്കുന്ന ഒരമ്മയാ നമുക്കുള്ളേ. പറഞ്ഞേ ഹല്ലേലൂയ, സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധി അമ്മ രണ്ടാമതായിട്ട് കരുണ കാണിക്കുന്ന ഒരു മേഖലയാണ് അവൻ്റെ ജീവിതകാലത്തും ഒപ്പം അവൻ്റെ മരണസമയത്തും, അല്ലെങ്കിൽ മരണത്തിനുള്ള വിധിയുടെ സമയത്ത്.
നമുക്കറിയാം, ജീവിതത്തിൽ ഉടനീളം പരിശുദ്ധ അമ്മയിലൂടെ ദൈവം കരുണയൊഴുക്കുന്നുണ്ട്. 2, മരിച്ച് ആ വിധി നടത്തുന്ന സമയത്ത് പരിശുദ്ധ അമ്മ ദൈവസന്നിധിയിൽ പോയി നിന്നുകൊണ്ട് ആ വിധിയുടെ ശിക്ഷ ഇളച്ചു കൊടുക്കാനായിട്ട്, ലഘൂകരിക്കാനായിട്ട് നിരന്തരം മാധ്യസ്ഥം വഹിക്കുന്ന ഒരു അമ്മയെ നമുക്കുള്ളേ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, വിശുദ്ധ റിച്ചാർഡ് പറയുന്ന കാര്യപ്രകാരമാണ്, പരിശുദ്ധ അമ്മ മാതാവ് ജനിക്കുന്നതിന് മുമ്പ് ദൈവപിതാവ് പാപികളെ പ്രഹരിക്കും. ആ പ്രഹരിക്കുന്ന സമയത്ത് ദൈവപിതാവിനെ തടയാനായിട്ട് ആരുമില്ലായിരുന്നു. എന്നാൽ പരിശുദ്ധി അമ്മ മാതാവ് ഈ ഭൂമിയിൽ ജനിച്ച ശേഷം പാപികളെ പ്രഹരിക്കാനായിട്ട് തുടങ്ങുന്ന ദൈവത്തെ കാണുമ്പോൾ ദൈവസന്നിധിയിൽ പോയിട്ട് ദൈവത്തെ ശാന്തമാക്കി മക്കളുടെ മേൽ കരുണ മേടിച്ചു കൊടുക്കുന്ന ഒരമ്മയാണ് പരിശുദ്ധ അമ്മയായി നമുക്കുള്ളത് എന്ന്. അതുകൊണ്ടാണ് വിശുദ്ധ അന്തോണീസ് പറയുന്ന ഒരു കാര്യപ്രകാരമാണ്, എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഒരു ദർശനം. അദ്ദേഹം ഒരു മാരക പാപിയുടെ വിധി കാണുകയാണ്. വിധിയുടെ സമയത്ത് ഒരു വലിയ ത്രാസ് നിൽക്കുന്നു. ത്രാസിന്റെ ഒരു സൈഡിൽ അദ്ദേഹം ചെയ്ത പാപങ്ങൾ മുഴുവനും എടുത്തു വെച്ചേക്കണു, മറു സൈഡിൽ ജീവിച്ചിരുന്ന സമയത്ത് അദ്ദേഹം ചെയ്ത പുണ്യങ്ങൾ മുഴുവനും വെച്ചേക്കണു. പ്രിയപ്പെട്ടവരെ, വെച്ച സമയത്ത് ഈ പാപത്തിന്റെ സൈഡ് താണുപോയിക്കൊണ്ടിരിക്കുക. ഇത് കാണുന്ന അമ്മ പതുക്കെ സൈഡിലൂടെ വന്നിട്ട് ഈ പുണ്യത്തിന്റെ സൈഡിലുള്ള ത്രാസിന്റെ ആ കാണുന്ന കാര്യത്തെ പിടിച്ച് പതുക്കെ ഈ വ്യക്തി കാണത്തക്ക രീതിയിൽ, ഈ ആത്മാവിനെ കാണത്തക്ക രീതിയിൽ അമ്മ മാതാവ് പുണ്യത്തിന്റെ സൈഡ് പിടിച്ച് താത്തി ആ വ്യക്തിയുടെ നിത്യശിക്ഷയിൽ നിന്നും ഇളവ് മേടിച്ച് കൊടുക്കുന്ന ഒരമ്മ. ഞാൻ നിങ്ങളോട് പറയുവാ, നിരാശപ്പെട്ടല്ല ഇനി ജീവിക്കണ്ടേ. എത്ര നല്ലൊരു അമ്മയാണ് നമുക്കുള്ളേ. നമ്മൾ നിത്യനാശത്തിൽ പോയി വീഴരുത്, നമ്മൾ നശിച്ചു പോകരുത്. നമ്മൾ ആരെങ്കിലും, ഈ ലോകത്ത് ആരെങ്കിലും ഒന്ന് വിളിച്ചാൽ ഓടി വരണം, അവരെ രക്ഷിക്കണം. ഇങ്ങനെ കൊതിയോടെ ലോകത്ത് മുഴുവനും പരക്കം പാഞ്ഞ് നടക്കുന്ന ഒരമ്മ. പറഞ്ഞേ ഹല്ലേലൂയാ, സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയാ. അതുകൊണ്ടാ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ജോൺ ഡൊമിനിഷൻ പറയുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ? പരിശുദ്ധ അമ്മയെ വിളിക്കുന്ന നിരാശരുടെ പ്രത്യാശ എന്ന്. നിരാശരുടെ പ്രത്യാശ. വീണ്ടും പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ലോറൻസ് പറയുന്ന കാര്യപ്രകാരമാണ്, കുറ്റവാളികളുടെ പ്രത്യാശയാണ് പരിശുദ്ധ അമ്മ. വീണ്ടും കേട്ടെ, വിശുദ്ധ എഫ്രേം പറയുന്ന കാര്യം, കപ്പൽ ഛേദനയിലായിരിക്കുന്നവരുടെ സുരക്ഷിത തുറമുഖമാണ് പരിശുദ്ധ അമ്മ. വീണ്ടും പ്രിയപ്പെട്ടവർ, വിശുദ്ധ തോമസ് പറയുന്നു, പരിശുദ്ധ അമ്മേ, അങ്ങല്ലാതെ വേറൊരാളിലും അഭയം കണ്ടെത്താനായിട്ട് ദരിദ്ര പാപികളായ ഞങ്ങൾക്ക് കഴിയില്ല. കാരണം നീ ഞങ്ങളുടെ ഏക അഭിഭാഷകയാണ്. വിശുദ്ധ എഫ്രേം വീണ്ടും പറയുന്നു, പാപികളുടെയും എല്ലാ സഹായങ്ങളും നിഷേധിക്കപ്പെട്ടവരുടെയും ഏക അഭിഭാഷകയാണ് പരിശുദ്ധ അമ്മ. നിങ്ങൾ നോക്കിക്കോ പ്രിയപ്പെട്ടവരെ, അവസാന കാലഘട്ടം, യുഗാന്ത്യ സമയത്ത് നടക്കാൻ പോകുന്ന ഒരു കാര്യം എന്നെ സംബന്ധിച്ച് ഞാൻ ചിന്തിച്ചേക്കണം ഇപ്രകാരമാ. അത് മറ്റൊന്നുമല്ല, അവസാന കാലഘട്ടത്തിൽ കഠോരമായിട്ടുള്ള പാപികളുണ്ടല്ലോ, ഈ പാപികൾ അമ്മയുടെ അടുത്ത് വരും. അമ്മയുടെ മാധ്യസ്ഥത്താൽ, അമ്മയുടെ കരുണയാൽ, അമ്മയുടെ കൃപയാൽ ഇവരൊക്കെ മാനസാന്തരപ്പെട്ട് ദൈവസന്നിധിയിൽ എത്തിച്ചേരും. അവസാന കാലഘട്ടം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു വരുന്നത്, മക്കളെ തള്ളിക്കളയാത്തൊരമ്മ. എത്ര കഠിന പാപം ചെയ്തോട്ടെ, നിങ്ങൾ തള്ളിക്കളയില്ല. നീ വാ, അമ്മയുടെ അടുത്ത് വാ, ഒന്ന് അഭയം തേട്, ആ കരുണയുടെ പേടകത്തിലേക്ക് ഒന്ന് കേറ്. രക്ഷപ്പെട്ടിരിക്കും, രക്ഷപ്പെട്ടിരിക്കും. നിങ്ങൾ ചിന്തിച്ച പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഒരു മകൻ, നിങ്ങളുടെ ഒരു മകൻ, ആ മകനെ കുറെ ശത്രുക്കൾ വന്നിട്ട് കൊല്ലാനായിട്ട് ആയുധം പിടിച്ച് നിപ്പ. നീ അമ്മയാണെന്ന് ചിന്തിക്ക്. അമ്മയായ നീ എന്ത് ചെയ്യും? നിന്റെ എല്ലാ കഴിവും, നിന്റെ എല്ലാ കാര്യവും വെച്ച് ആ മകനെ അതിൽ നിന്ന് രക്ഷിക്കാൻ നോക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ പിശാചിന്റെ ആക്രമണങ്ങളിൽ പെടാതിരിക്കാൻ, നമ്മൾ നശിച്ചു പോകാതിരിക്കാൻ പരിശുദ്ധ അമ്മ എന്തുമാത്രം നമ്മളെ സഹായിക്കുന്ന മക്കളെ. നിങ്ങൾ ഇങ്ങനെ ഒരു അപകടത്തിൽ പെടുമ്പോൾ ചെയ്യേണ്ട കാര്യം എന്താ? നിങ്ങളൊന്ന് വിളിക്കാമോ ആ അമ്മയുടെ പേര്? നീ പാപിയാണെന്ന് അമ്മ നോക്കില്ല, നീ കൊള്ളില്ലാത്തവനാണെന്ന് അമ്മ നോക്കില്ല, നീ നശിക്കപ്പെട്ടവനാണെന്ന് അമ്മ നോക്കില്ല. അമ്മ ഓടി വരും. അമ്മ നിനക്ക് ചെയ്തു തരേണ്ട മുഴുവനും സഹായം ചെയ്തു തരും. നീ ഒന്ന് വാ. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ബൊനവഞ്ചർ പറയുന്ന കാര്യമുണ്ട്, മക്കളെ നിത്യശിക്ഷയെ കുറിച്ച് ഓർത്താരും ഭയപ്പെടേണ്ട. നിനക്ക് നിന്റെ ഈശോയുടെ കരങ്ങളിലേക്കും അമ്മയുടെ കരങ്ങളിലേക്കും ഒന്ന് വന്നിരിക്കാൻ പറ്റുമോ? എന്നാൽ നിന്നെ ഈശോയും നിന്റെ അമ്മയും എപ്പോഴും രക്ഷിക്കും.
അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ വിശുദ്ധ ലോറൻസ് പറയുന്ന കാര്യം, കുഞ്ഞേ, നീ പരിശുദ്ധി അമ്മയോട് പ്രാർത്ഥിക്കുമ്പോൾ അമ്മ നിന്നെ ഏറ്റെടുക്കുക മാത്രമല്ല, പുത്രന്റെ സന്നിധിയിൽ സമർപ്പിച്ച് നിനക്ക് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കാൻ തുടങ്ങും. നിന്റെ ആവശ്യത്തിന് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കാൻ തുടങ്ങും. എന്ന് വെച്ചാൽ നിങ്ങൾ നോക്കിക്കേ, സ്വർഗത്തിൽ നമുക്ക് വേണ്ടി പുത്രന്റെ സന്നിധിയിൽ കരയുന്ന ഒരമ്മ. മക്കളെ, ഈ അമ്മയുടെ കണ്ണീരിന്റെ ഫലമാണ് നമുക്ക് കൃപ. പറഞ്ഞേ ഹല്ലേലൂയാ, അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ശരീരത്തിന്റെ മുറിവ് സൗഖ്യപ്പെടാനും ആത്മാവിന്റെ മുറിവ് ഉണക്കാനും ശക്തി പരിശുദ്ധ അമ്മയ്ക്കുണ്ട്. പാപത്തിലൂടെ നമ്മുടെ ആത്മാവ് മുറിവേറ്റാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ മുറിവേറ്റല്ലോ എന്നോർത്ത് സങ്കടപ്പെട്ട് നിരാശയിലേക്ക് പോകാതെ അമ്മയുടെ അടുത്തേക്ക് വന്നിട്ട് നമ്മുടെ ആത്മാവിൻ്റെ മുറിവെടുത്ത് അമ്മയെ കാണിച്ച് അമ്മ ചെയ്യുന്ന കാര്യം, ഈ കാണുന്ന മുറിവുമായിട്ട് മകൻ്റെ അടുത്തേക്ക് അമ്മ ചെന്നിട്ട് അമ്മ അവിടെ മാധ്യസ്ഥം വഹിക്കുമ്പോൾ അമ്മയോടുള്ള സ്നേഹത്തെ പ്രതി ഈ കാണുന്ന ആത്മാവിൻ്റെ മുറിവ് പരിശുദ്ധി അമ്മ ഉണക്കും. പറഞ്ഞേ ഹല്ലേലൂയാ, അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ വിശുദ്ധ ബെർണാഡ് പറയുന്ന കാര്യം ഇതാണ്, മറിയമാണ് എല്ലാ പാപികളുടെയും സങ്കേതം. എല്ലാ പാപികളുടെയും സങ്കേതം മറിയമാണ്. അതുകൊണ്ട് മറിയത്തിലൂടെയാണ് ഓരോ പാപിയും സ്വർഗത്തിലേക്ക് പ്രവേശിക്കേണ്ട. കാരണം മറിയം ഗോപനീയ. വിശുദ്ധ അഗസ്തീനോസ് പഠിപ്പിക്കുന്ന കാര്യം ഇതാണ്, പാപികളായ നമ്മുടെ ഏക പ്രതീക്ഷയാണ് മറിയം. വീണ്ടും വിശുദ്ധ ക്രിസോസ്റ്റം പഠിപ്പിക്കുന്ന കാര്യം ഇതാണ്, പരിശുദ്ധ മറിയത്തിന്റെ മധ്യസ്ഥയിലൂടെ പാപികൾ ക്ഷമ സ്വീകരിക്കുന്നു. വിശുദ്ധ എഫ്രേം പഠിപ്പിക്കുന്ന കാര്യം ഇപ്രകാരമാണ്, ഓ മറിയമേ, ഏറ്റവും പരിശുദ്ധ കന്യകയെ, അങ്ങല്ലാതെ വേറെ ആരിലും ഞങ്ങൾക്ക് പ്രത്യാശയില്ല. അങ്ങയുടെ സംരക്ഷണയുടെ ചിറകിൻ കീഴിൽ ഞങ്ങളെ സുരക്ഷിതരായിട്ട് അങ്ങ് കാക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. വെച്ചാൽ വിശുദ്ധരും മുഴുവനും പഠിപ്പിക്കുന്ന കാര്യം, പരിശുദ്ധി അമ്മ പാപികളുടെ സങ്കേതമാണ്. അമ്മയുടെ അടുത്ത അഭയം തേടിയാൽ അമ്മ ഒരിക്കലും കൈവിടില്ല. വിശ്വസിക്കുന്നെങ്കിൽ പറഞ്ഞേ ഹല്ലേലൂയാ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ, അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ട ദൈവമക്കളെ, പരിശുദ്ധി അമ്മയുടെ അടുത്ത് ഒരു കോലാടിനെ കൊണ്ടുവന്നാൽ വിശുദ്ധർ പറയുന്നു, ആ കോലാടിനെ പരിശുദ്ധി അമ്മ ചെമ്മരിയാടാക്കി മാറ്റും. ദൈവത്തിന്റെ സന്നിധിയിൽ ഇടത് സൈഡിൽ മാത്രം നിൽക്കാനായിട്ട് ഉള്ള അവസ്ഥയായിട്ട് ഒരു വ്യക്തി മാറിപ്പോയാൽ, ആ വ്യക്തി പരിശുദ്ധി അമ്മയുടെ അടുത്ത് വന്നാൽ പരിശുദ്ധി അമ്മ ദൈവത്തിന്റെ വലതുവശത്തേക്ക് അവനെ മാറ്റും. എന്ന് വെച്ചാൽ ഒരു വ്യക്തി കർത്താവിന്റെ നീതിയുടെ കണ്ണിലൂടെ നോക്കി ആ വ്യക്തിക്ക് ഏറ്റവും മാരകമായ പാപം ചെയ്തതിൻ്റെ ഫലമായിട്ട് നിത്യ നരകാഗ്നിയിലേക്ക് പോകേണ്ട അവസ്ഥയുണ്ടായിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ആ പാപി ഒരു പ്രാവശ്യമെങ്കിലും പരിശുദ്ധി അമ്മയുടെ അടുത്തേക്ക് അവസാനം വന്ന് അമ്മയുടെ മാധ്യസ്ഥം തേടിയാൽ, അമ്മയോട് പ്രാർത്ഥന നടത്തിയാൽ, അമ്മ ആ പാപിയെ ഉപേക്ഷിക്കാതെ കരുണ കൊണ്ട് കഴുകി അവരെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാൻ അമ്മ തയ്യാറാകുമെന്ന്. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയാ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. അതുകൊണ്ടാണ് വിശുദ്ധ കാർഡിനൽ ഹ്യൂഗോ പറയുന്ന ഒരു കാര്യപ്രകാരമാണ്, മനുഷ്യരെ അവരുടെ ദുരിതങ്ങളിൽ അമ്മ മാതാവ് സഹായിക്കുക മാത്രമല്ല, ദുരന്ത അല്ലെങ്കിൽ നിത്യ ദുരന്തത്തിൽ നിന്നും രക്ഷിക്കുക കൂടി ചെയ്യുന്നത് പരിശുദ്ധി അമ്മയാ. അതുകൊണ്ട് അമ്മയോടുള്ള സഹായം മക്കളെ ഒരിക്കലും വിട്ടുകളഞ്ഞേക്കരുത്. ഞാൻ നിങ്ങളോട് പറഞ്ഞ് അവസാനിപ്പിക്കുക, നമ്മൾ എത്ര വലിയ പാപം ചെയ്തോട്ടെ, ദൈവത്തെ ഏതൊക്കെ രീതി മുറിപ്പെടുത്തിക്കോട്ടെ, മക്കളെ, നമ്മൾ നഷ്ടപ്പെടാതെ അല്ലെങ്കിൽ നമ്മൾ സങ്കടപ്പെടാതെ നിങ്ങൾ പരിശുദ്ധി അമ്മയുടെ ഭക്തി ഒന്ന് അഭ്യസിക്കാൻ തുടങ്ങാമോ? ആ പരിശുദ്ധി അമ്മ നരകാഗ്നിയിൽ നിങ്ങളെ തള്ളിവിടില്ല, നിങ്ങളെ രക്ഷിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് അൽഫോൻസ് ലിഗോരി പറഞ്ഞ കാര്യം, പരിശുദ്ധി അമ്മ പാപികളുടെ സങ്കേതമാണ്. ഈ അമ്മയുടെ ഏറ്റവും വലിയ ആനന്ദം, എല്ലാവരും ഇത് പാപികളുടെ സങ്കേതമായിട്ട് അംഗീകരിക്കുകയും ഈ മക്കൾ മുഴുവനും പരിശുദ്ധി അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഓട്ടി വരികയും ചെയ്താൽ ഇതാണ് അമ്മയെ ഏറ്റവും കൂടുതൽ ആനന്ദിപ്പിക്കുന്ന കാര്യം. അൽഫോൻസ് ലിഗോരി വീണ്ടും പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്, ഇന്ന് ലോകത്തിൽ പരിശുദ്ധി അമ്മയുടെ മാധ്യസ്ഥം ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് പലരും സ്വർഗത്തിൽ വിശുദ്ധരായിട്ടുണ്ടാകുമായിരുന്നില്ല. പരിശുദ്ധി അമ്മയുടെ മാധ്യസ്ഥം ഒന്നുകൊണ്ട് മാത്രമാണ് അനേകര് ഇന്ന് സ്വർഗത്തിൽ വിശുദ്ധരായി തീരാനുള്ള കാരണം. അതിനെക്കുറിച്ച് കാർഡിനൽ ഹ്യൂഗോ വീണ്ടും പറഞ്ഞു വെക്കുന്ന കാര്യപ്രകാരമാണ്, സ്വർഗത്തിൽ ഉണ്ടാകാൻ സാധ്യതയില്ലായിരുന്ന അനേകം വിശുദ്ധർ സ്വർഗത്തിലുണ്ട്. അത് പരിശുദ്ധ മറിയത്തിൻ്റെ മാധ്യസ്ഥം മുഖാന്തരം മാത്രമാണ് എന്ന്. മക്കളെ,
നമുക്ക് അവിടെ എത്തണം. അതിന് പിടിക്കേണ്ട വ്യക്തി ഇവിടെ അമ്മയാ. അമ്മയെ ചേർത്ത് പിടിച്ച് അമ്മയോടെ കയ്യിൽ നിന്ന് കൈവിടാതെ അമ്മയുടെ വിമല ഹൃദയത്തോട് ചേർന്ന് അമ്മയെ എത്രമാത്രം സ്നേഹിക്കാൻ പറ്റുമോ സ്നേഹിച്ചോ, അമ്മ നമ്മളെ വിശുദ്ധരുടെ ഗണത്തിൽ എത്തിച്ചേർക്കും. വിശ്വസിക്കുന്നെങ്കിൽ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയ, ഹല്ലേലൂയാ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇന്നത്തെ ദിവസം ഈ പാപികളുടെ സങ്കേതമായ മറിയത്തെ ചേർത്ത് പിടിക്കാം. ഈ നിമിഷം പരിശുദ്ധി അമ്മ നൽകുന്ന ചെറിയൊരു സന്ദേശം നമുക്ക് സ്നേഹത്തോടെ ശ്രവിച്ചുകൊണ്ട് നമുക്ക് പരിശുദ്ധി ആരാധനയ്ക്കായിട്ട് ഒരുങ്ങുകയും ചെയ്യാം. ഈശോ അമ്മ വഴി അനുഗ്രഹിക്കട്ടെ. എന്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, എന്റെ മകന്റെ ഹൃദയത്തിലെ സന്തോഷം ഞാൻ നിങ്ങൾക്കായി കൊണ്ടുവരുന്നു. ഇതിനകം പൂർത്തിയായവയെക്കുറിച്ച് നമുക്ക് സന്തോഷിക്കാം. സ്വർഗത്തിൽ നിന്നുള്ള ദൈവിക കൃപയോട് തുറവിയുള്ളവരായിരിക്കാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു. നാം ഒന്നായിരുന്നാൽ ദൈവപദ്ധതിക്കെതിരായ നാശത്തിന്റെ ആദ്യ ചുവടായ അഹങ്കാരം ജനിക്കുകയില്ല. സ്വർഗത്തിന്റെ ദാനങ്ങളുടെ സമൃദ്ധിയുമായി ഞാൻ വരുന്നു. വിലയേറിയ കൃപകൾ ആത്മാവിന് നൽകാൻ പിതാവായ ദൈവം എന്നെ അയച്ചിരിക്കുന്നു. പുണ്യങ്ങളുടെ ശോഭയാൽ അലങ്കൃതമായ വിശുദ്ധിയുടെ പ്രകാശവലയം ആത്മാവിനെ ധരിപ്പിക്കാൻ, സ്വന്തം ഹൃദയങ്ങൾ എനിക്ക് സമർപ്പിക്കുവാൻ സന്നിധിയിൽ വരുന്ന എല്ലാവരുടെയും ശിരസിൽ ഈ പ്രകാശവലയം ധരിപ്പിക്കാൻ ഞാൻ ആശിക്കുന്നു. ത്രിയേക ദൈവത്തിന്റെ അടയാളമായി ലോകത്തിന് സ്വയം കാണിച്ചു കൊടുക്കുവാൻ നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു. എൻ്റെ കൈകളിലൂടെ എല്ലാം സാധ്യമാക്കാം. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ഹൃദയങ്ങളെ എനിക്ക് സമർപ്പിക്കണം. ദൈവത്തിന്റെ പദ്ധതി പൂർത്തീകരിക്കാൻ വേണ്ടതെല്ലാം ദൈവം ഒരുക്കും. ഈ കാലഘട്ടത്തിന്റെ ആവശ്യം ഗൗരവമായതാണ്. നമ്മുടെ ചിന്തകൾക്ക് അപ്പുറത്തുള്ള മാറ്റങ്ങളാണ് ലോകത്തിന് വേണ്ടത്. ഭൂമിയുടെ മുകളിൽ സ്വർഗം തുറക്കപ്പെടും, നരകവാതിലുകൾ അടയ്ക്കപ്പെടും, അവ എടുത്തു മാറ്റപ്പെടും. ഈശോയുടെയും എന്റെയും ഒന്നായ ഹൃദയങ്ങളോട് നിങ്ങളുടെ ഹൃദയങ്ങൾ ചേർക്കപ്പെടുമ്പോൾ ഇവ സംഭവിക്കും. അനുരഞ്ജനത്തിനും ഐക്യത്തിനും സമാധാനത്തിനും വേണ്ടിയാണ് എൻ്റെ ക്ഷണം. ഇവയെല്ലാം എൻ്റെ ഹൃദയത്തിൽ നിങ്ങൾ കാണും. ഇന്ന് ചെയ്യേണ്ട പുണ്യങ്ങൾ. വിചാരത്തിൽ ഞാൻ ദൈവത്തിന്റെ മകനാണ്, മകളാണ് എന്ന് ഓർക്കുന്നു. വാക്കിൽ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന 3 പ്രാവശ്യം ചൊല്ലും. പ്രവൃത്തിയിൽ ഇന്ന് കണ്ടുമുട്ടുന്നവരോട് സന്തോഷത്തോടെ സംസാരിക്കും. ഉപേക്ഷ വരുത്താതെ കൂടെയുള്ളവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നിറവേറ്റിക്കൊടുക്കും. യേശുവിൻ നാമത്തിലാരാധന, രാജാതിരാജാവിനാരാധന. എല്ലാ പുകഴ്ചയ്ക്കും യോഗ്യൻ നീയേ, പാടുന്നു ഞാനങ്ങേക്കാരാധന. യേശുവിൻ നാമത്തിലാരാധന, രാജാതിരാജാവിനാരാധന. എല്ലാ പുകഴ്ചയ്ക്കും യോഗ്യൻ നീയേ, പാടുന്നു ഞാനങ്ങേക്കാരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വയം സ്നേഹിച്ച്
വിളിച്ച് ആരാധിച്ച മക്കളെ, ഒരു സമർപ്പണം നടത്തിക്കുക മക്കളെ. വലിയ ആഗ്രഹത്തോടെ കരം കുപ്പി പിടിച്ചുകൊണ്ട് എല്ലാവരും ഞാൻ സമർപ്പിക്കുന്നു. അമ്മയുടെ വിമല ഹൃദയം വഴി സമർപ്പിക്കുന്നു. കുടുംബത്തെ, കുടുംബാംഗങ്ങളെ, ജീവിത പങ്കാളിയെ, മക്കളെ, സഹോദരങ്ങളെ, കുടുംബത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോയവരെ, ഞങ്ങളുടെ വീട്ടിലെ എല്ലാ വിഷമങ്ങളെ, ഞങ്ങളുടെ സങ്കടങ്ങളെ, ഞങ്ങളുടെ ദുരിതങ്ങളെ എല്ലാം സമർപ്പിക്കുന്നു അമ്മേ. അമ്മ വഴി ഞങ്ങൾ ഈശോയ്ക്ക് സമർപ്പിക്കുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങേ ആരാധിക്കാത്ത, അങ്ങേ സ്നേഹിക്കാത്ത, അങ്ങേ ആശ്രയിക്കാത്ത, അങ്ങേ ശരണപ്പെടാത്ത എല്ലാ മക്കൾക്ക് വേണ്ടി, എല്ലാ തലമുറയ്ക്ക് വേണ്ടി ഞങ്ങൾ ഈ നിമിഷം ആരാധിക്കുന്നു അപ്പ. ഈ നിമിഷം ആരാധിക്കുന്നു അപ്പ. ഈ നിമിഷം ആരാധിക്കുന്നു അപ്പ. കരുണയായിരിക്കണേ അപ്പ. കരുണയായിരിക്കണേ അപ്പ. കരുണയായിരിക്കണേ അപ്പ. കരുണയാ കടുകണേ അപ്പ. ഈശോ പരിശുദ്ധ പരമദിവികാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യോഗ്യനായ പരിശുദ്ധ പരമദിവികാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യോഗ്യനായ പരിശുദ്ധ പരമദിവികാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കണ്ണു തുറന്ന് ഈശോയെ നോക്കിക്കേ മക്കളെ. ദിവ്യകാരുണ്യത്തെ നോക്കിക്കേ മക്കളെ. കരങ്ങൾ ഹൃദയത്തിലേക്കൊന്ന് ചേർത്ത് വെച്ച് ദൈവത്തിൻ്റെ കരുണയുടെ ഹൃദയമാ ഈ ദിവ്യകാരുണ്യം. കരുണയുടെ ഹൃദയം. ഈ ഹൃദയത്തിൽ നിന്ന് രക്തവും ജലവും ഒഴുകി ദൈവമക്കളെ മുഴുവനും വിശുദ്ധീകരിക്കുന്നത്. ഈ ദിവ്യകാരുണ്യീശോയുടെ തൊട്ട് താഴെ ഒരു കരുണയുടെ പേടകം നിപ്പുണ്ട്. അത് പരിശുദ്ധി അമ്മയാ. പരിശുദ്ധി അമ്മയാ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഫൗസ്റ്റീനായിലൂടെ ദൈവം വെളിപ്പെടുത്തി രക്ഷ പ്രാപിക്കാനുള്ള ലോകത്തിൽ ഞാൻ കൊടുക്കുന്ന അവസാനത്തെ ഉപാധി അതെന്റെ കരുണയാ. കരുണയാ. ദൈവമക്കൾ മുഴുവനും എന്റെ കരുണയുടെ ഹൃദയത്തിൽ അഭയം തേടട്ടെ. തൊട്ടു താഴെ ഒരു കരുണയുടെ പേടകം കാണിച്ചിട്ട് ദൈവം പറഞ്ഞു, ഇതെന്റെ കരുണയുടെ പേടകമാ. ഈ പേടകത്തിലും ആരൊക്കെ അഭയം തേടിക്കോ, ആരൊക്കെ പ്രവേശിച്ചോ അവരൊരിക്കലും നശിച്ചു പോകില്ല, നിത്യനരകാഗ്നിയിൽ പോകില്ല. അവരെ എൻ്റെ അമ്മ അവരെ രക്ഷിക്കും, രക്ഷിക്കും. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഒരു സമർപ്പണം നടത്തിക്കുക. സമർപ്പണം കരുണയുടെ പേടകത്തിലൂടെ കരുണയുടെ ഹൃദയത്തിലേക്ക് നടത്തിക്കുക. നമ്മളെ സമർപ്പിക്കാം, കുടുംബാംഗങ്ങളെ സമർപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിലപ്പോൾ നല്ലവരാണെന്നില്ല, ചിലപ്പോൾ നല്ലവരാണെന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ഉള്ളു മലിനമാകാം, നമ്മുടെ ചിന്തകൾ മലിനമാകാം, നമ്മുടെ കാഴ്ചപ്പാട് മലിനമാകാം, നമ്മുടെ ശരീരം മലിനമാകാം. ചിലപ്പോൾ നമ്മൾ നമ്മളെ കുറിച്ച് വലുതായിട്ട് ചിന്തിക്കുന്നുണ്ടെങ്കിലും ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മുടെ കുറവ് നമ്മൾ ഒരിക്കലും കണ്ടെത്തിയിട്ടില്ലായിരിക്കാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒറ്റ കാര്യത്തിൽ ചിന്തിച്ചാൽ മതി. അപ്പാ, ഞാൻ പാപിയാ. അപ്പാ, ഞാൻ അയോഗ്യനാ. അമ്മേ, ഞാൻ കുറവുള്ള വ്യക്തിയാ. പൗലോസ്ലീഹ പറഞ്ഞ പോലെ, ഞാനാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ പാപി. പരിശുദ്ധി അമ്മയുടെ മുമ്പിൽ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് അമ്മയെ പ്രകീർത്തിച്ചപ്പോൾ പരിശുദ്ധി അമ്മ ഒത്തിരിയേറെ വേദനിച്ചു. കാരണം പ്രകീർത്തിക്കപ്പെടാൻ യോഗ്യതയുള്ള ഒറ്റയാളുള്ളൂ, അത് ദൈവമാ. എന്നാൽ ഒരു യോഗ്യത പോലും എനിക്കില്ല എന്ന് പറഞ്ഞ് അമ്മ തന്നെ എളിമപ്പെടുത്തി. മക്കളെ, നമ്മളെല്ലാം ഒരു അയോഗ്യതയുള്ള വ്യക്തിയാണെന്ന് മനസ്സിലാക്കി, കുറവുള്ള വ്യക്തിയാണ്. ഈ കുറവോടുകൂടി ജീവിച്ചാൽ എനിക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റില്ല എന്നുള്ള ബോധ്യത്തോടെ നിങ്ങളൊന്നും വന്നേ, എല്ലാ മക്കളെയും കൊണ്ടുവന്നേ. നീ ഇന്ന് തനിച്ചാണെങ്കിൽ നിന്റെ കുടുംബത്തിൽ അനേകരില്ലേ, അനേക തലമുറകളില്ലേ, അവരെല്ലാം ഈ അമ്മയുടെ പേടകം, കരുണയുടെ പേടകത്തിലേക്ക് കൊണ്ടുവന്നേ. ഒന്ന് സമർപ്പണം നടത്തിക്കേ. സമർപ്പിക്കുന്ന ഒരാളെ പോലും അമ്മ കളയില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ ലോറൻസ് പറയുന്ന കേട്ടല്ലോ, അമ്മയുടെ പേടകത്തിൽ കയറിക്കഴിഞ്ഞാൽ അമ്മ ആ വ്യക്തിയെ ഈശോയുടെ കരുണയുടെ ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കും. എന്നിട്ട് ആ കാണുന്ന മക്കൾക്ക് വേണ്ടി ദൈവത്തിന്റെ സന്നിധിയിൽ, പുത്രന്റെ സന്നിധിയിൽ നിരന്തരം കരയുന്ന ഒരമ്മ.
ഓ അമ്മയ്ക്ക് സമർപ്പിച്ച് കൈവിടില്ല മക്കളെ, തള്ളിക്കളയില്ല മക്കളെ, നശിച്ചു പോകില്ല മക്കളെ. നീ മാറി നിൽക്കല്ലേ. നമ്മുടെ സന്നിധിയിലേക്ക് വന്നിട്ട് അമ്മേ ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങളുടെ കുടുംബത്തെ രക്ഷിക്കണമേ, തലമുറയെ രക്ഷിക്കണമേ എന്നുള്ള ആഗ്രഹത്തോടെ ഉള്ളൊരുക്കി ഒരു നിമിഷം പാടി പ്രാർത്ഥിച്ച് അമ്മേ ഞങ്ങളെ സംരക്ഷിക്കണമേ എന്നുള്ള മനസ്സോടെ ഉള്ളൊരുക്കി പ്രാർത്ഥിച്ച് ശരണം ഗമിപ്പൂനിൻ തൃപ്പാദത്തിൽ കരുണതൻ നിറകൂടമാകുമമ്മേ. ശരണം ഗമിപ്പൂനിൻ തൃപ്പാദത്തിൽ കരുണതൻ നിറകൂടമാകുമമ്മേ. കനിവോടെ ഇവരെ നീ കാക്കണമേ, കന്യകമാരുടെ റാണിനിയേ. എത്രയും ദയയുള്ള മാതാവേ, നിൻ സങ്കേതം തേടി വരുന്നു ഞങ്ങൾ. നിൻ ചാരത്തോടിയണഞ്ഞവരെ നീയൊരു നാളും കൈവിടില്ലല്ലോ തായേ, ഒരു നാളും കൈവിടില്ലല്ലോ തായേ. ഒരു നിമിഷം കൂടി മക്കളെ, യുഗാന്ത്യ കാലഘട്ടത്തിൽ സാത്താൻ ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യമാണ് ദൈവത്തിൽ നിന്നും സഭയിൽ നിന്നും അനേകം മക്കളെ എടുത്തു മാറ്റുക. ഒറ്റ കാര്യം മനസ്സിലാക്കിക്കോണം, ഈ കാലഘട്ടത്തിലും യുഗാന്ത്യ കാലഘട്ടത്തിലും നമ്മൾ ദൈവത്തെ മറന്നു പോകാതിരിക്കണമെങ്കിൽ, സഭയെ ഉപേക്ഷിക്കാതിരിക്കണമെങ്കിൽ, നമ്മൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കണമെങ്കിൽ കുഞ്ഞേ നീ അമ്മയ്ക്കൊന്ന് അടിമ വെച്ച അമ്മയുടെ കുഞ്ഞായേക്കണേ, അമ്മയ്ക്കൊന്ന് സമർപ്പിച്ച അമ്മയുടെ കുഞ്ഞായേക്കണേ. അങ്ങനെയായാൽ ഈ ലോകത്ത് വെച്ചും അമ്മ എപ്പോഴും സംരക്ഷിക്കും, എപ്പോഴും സംരക്ഷിക്കും. മരണശേഷം പ്രിയപ്പെട്ടവരെ നിത്യവിധിയിലെ ശിക്ഷ ലഘൂകരിച്ചത് യുഗാന്ത്യ സമയത്ത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ അമ്മ തന്റെ കാപ്പയ്ക്കുള്ളിൽ നമ്മളെ സംരക്ഷിക്കും. സമർപ്പിച്ച മക്കളെ, നമ്മളെയും നമ്മുടെ കുടുംബത്തിലുള്ളവരെയും സഹോദരങ്ങളെയും നമ്മുടെ നാടിനെയും നമ്മുടെ ഇടവകയും അമ്മയിലൂടെയാണ് വലിയ മാറ്റം ലോകത്ത് വരേണ്ടത്. അമ്മ ലോകത്തറിയപ്പെടാൻ തുടങ്ങിയാൽ മക്കളെ ലോകം ശുദ്ധീകരിക്കപ്പെടാനും തുടങ്ങും. നമുക്ക് അമ്മയുടെ സന്നിധിയിലേക്ക് നമ്മുടെ ലോകത്തെ, നമ്മുടെ നാടിനെ, രാജ്യത്തെ, നേതാക്കളെ, നമ്മുടെ ഇടവകയെ, കൂട്ടായ്മയെ, കുടുംബത്തെ, സ്വന്തക്കാരെ, ബന്ധുമിത്രാദികളെ എല്ലാം ഒന്ന് സമർപ്പിച്ചിട്ട് അമ്മേ ഞങ്ങളുടെ ഈ പ്രാർത്ഥന സ്വീകരിക്കണമേ, ഞങ്ങളുടെ ഈ യാചന ഒന്ന് സ്വീകരിക്കണമേ എന്നുള്ള ആഗ്രഹത്തോടെ എല്ലാവരും അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയുടെ തിരു ഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് വലിയൊരു സംരക്ഷണം കിട്ടാൻ ആഗ്രഹിച്ച് ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതി ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതി ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതി ആരാധന. പ്രിയപ്പെട്ട ദൈവമക്കളെ, സ്ക്രീനിൽ കാണുന്ന ഈ പുണ്യങ്ങളെല്ലാം നമുക്ക് വായിക്കാം. ജീവിതത്തിൽ നാളെ മുഴുവൻ അത് പകർത്താനായിട്ട് ശ്രദ്ധിക്കണം. ഒപ്പം നമ്മൾ വിമല ഹൃദയ പ്രതിഷ്ഠ ഇങ്ങനെ നടത്താനായിട്ട് അടുത്തൊരുങ്ങിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് കൂടുതൽ നന്മ നിറഞ്ഞ മറിയമെ ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യാം. ഇന്ന് ചെയ്യേണ്ട പുണ്യങ്ങൾ. വിചാരത്തിൽ ഞാൻ ദൈവത്തിന്റെ മകനാണ്, മകളാണ് എന്ന് ഓർക്കുന്നു. വാക്കിൽ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന 3 പ്രാവശ്യം ചൊല്ലും.
പ്രവൃത്തിയിൽ ഇന്ന് കണ്ടുമുട്ടുന്നവരോട് സന്തോഷത്തോടെ സംസാരിക്കും. ഉപേക്ഷ വരുത്താതെ കൂടെയുള്ളവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നിറവേറ്റിക്കൊടുക്കും. ദൈവം പരിശുദ്ധി അമ്മയിലൂടെ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.